എന്താ നീ കാണിക്കുന്നത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? അടുക്കരുത്, നിങ്ങൾ എന്റെ നേർക്ക് വരരുത്. ദീപക്കേ, കൊല്ലു ഞാൻ. മാറ്റടാ. എല്ലാത്തിനും ഞാൻ കൊല്ലും. എന്താടാ നിനക്ക്? നിനക്ക് എന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയതോ അറിയണോ നിങ്ങൾക്ക്? മാറ്റടാ. അറിയണോന്ന്? നിങ്ങളെ കൊല്ലും ഞാൻ. ദീപക്കേ, വേണ്ടടാ. നീ ആ കത്തി ഒന്ന് മാറ്റ്. കത്തി മാറ്റില്ല. ഇതുകൊണ്ട് ഇവിടെ ചിലരെയൊക്കെ ഞാൻ തീർക്കും. ആദ്യം ഞാൻ നിങ്ങളെ തീർക്കും, അതിനുശേഷം മറ്റുള്ളവരെ. ദീപക്കേ, ഞാൻ നിന്റെ അമ്മയാ. ഒരമ്മ, ഒരമ്മയുടെ സ്നേഹം നിങ്ങൾക്കുണ്ടോ? ഞാൻ നിങ്ങളുടെ ചാവേറല്ലേ? എടാ, നിങ്ങൾക്ക് വേണ്ടി ബലിയാടാകെ നടക്കുന്ന ഒരു ചാവേറ്. നിങ്ങൾ ബലി കൊടുക്കാൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു നേർച്ച കോഴിയല്ലേ ഞാൻ? എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? മിണ്ടരുത് നിങ്ങള്. നിങ്ങൾക്ക് മന്ത്രിയാവാൻ സാധിച്ചു, എനിക്കെന്ത് കിട്ടി? ഒരു മന്ത്രിയുടെ ഒഴിവ് വന്നപ്പോ ചാടിക്കയറി നിങ്ങളങ്ങ് ഇരുന്നല്ലോ. എന്നെ കറിവേപ്പില പോലെ ദൂരേക്ക് എറിഞ്ഞു. മാറ്. നിങ്ങൾക്കേ നിങ്ങളുടെ കാര്യ വലുത്. മകനായ എന്നെ നിങ്ങൾക്ക് പുല്ലുവിലയല്ലേ? നിങ്ങള് സെൽഫിഷ്. വിശ്വസിക്കുന്നവരുടെ കുതികാല് വെട്ടി നടക്കുന്ന ഒരു ജന്മം. മോനെ, അമ്മയോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എന്റെ പൊന്നുമോന് വേണ്ടിയല്ലേ ജീവിക്കുന്നേ? അല്ല, നിങ്ങള് ജീവിക്കുന്നേ നിങ്ങൾക്ക് വേണ്ടി മാത്രം. അല്ലടാ, ഞാൻ ജീവിക്കുന്നതേ എന്റെ പൊന്നുമോന് വേണ്ടിയാ. ഒരു രാജകുമാരനെ പോലെ ജീവിപ്പിക്കാൻ വേണ്ടിയാ. പിന്നെ നീ ഇനി മുതൽ ഒരു രാജകുമാരനായിരിക്കും. എനിക്കത് പോരാ. എനിക്കും വേണം അധികാരം, എനിക്കും വേണം സ്ഥാനമാനങ്ങൾ. എടാ, എടാ, ഇനി അങ്ങോട്ട് ഈ അംബികാവർമ്മയ്ക്കും മകൻ ദീപകിനും ജയിക്കണമെങ്കിലേ ആ രാജുവിന്റെയും ഋതികയുടെയും സമാധാനം കളയണം. അവരാ എന്റെയും നിന്റെയും മുഖ്യ ശത്രു. അവരുടെ ജീവനുകൾ എടുക്കണം. അവരെ വെറുതെ വിടാൻ പാടില്ല. അപ്പൊ പൊന്നാങ്ങളെ ആ പ്രതാപവർമ്മ നേരാങ്ങളാ, അംഗം കഴിഞ്ഞ് പടവാളിനൊരു വെട്ടും മേടിച്ച് വീൽ ചെയറിൽ ഇരിക്കുമല്ലേ, അവൻ അവസാനം വരെ അതിലിരുന്നോളൂ. നമുക്ക് വേണ്ടത് രാജുവിനെയും ഋതികയാണ്. എടാ,